തിരുവനന്തപുരം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, കേരളത്തിന്റെ സ്വപ്ന പദ്ധതി അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ്. മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാനൊരുങ്ങുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിലവിൽ വന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂലൈ മുതൽ തന്നെ നിരവധി കപ്പലുകളാണ് വിഴിഞ്ഞം തീരത്ത് എത്തിത്തുടങ്ങിയത്. അത് കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇനി നടക്കുന്നത്. മെയ് 2-ന് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാനായി എത്തും. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം തുറമുഖ അധികൃതരെ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങിൽ ഈ കേരളത്തിലെ ഗവർണറും അതോടൊപ്പം മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും സ്ഥലം എംപിയും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഈ പരിപാടി വലിയ രീതിയിലുള്ള ആഘോഷമാക്കി തന്നെ കണക്കാക്കുന്നതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ട്രാൻസിറ്റ് ഷിപ്മെന്റ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തുറമുഖം കൂടിയാണ്. കമ്മീഷൻ ചെയ്യുന്നതോടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും. ഏതായാലും ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായതിനെ തുടർന്നാണ് ഇപ്പോൾ തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഉണ്ടാകുന്നത്. ഏതായാലും ഇതിന് നേരത്തെ തന്നെ സൗകര്യം ഒരുക്കിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ സഭയും കൂടി പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ മെയ് 2-ന് ഉദ്ഘാടനം ചെയ്യും. അതോടെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വളരെ ഒരു മുന്നോട്ടുള്ളൊരു കുതിപ്പിന് ഒരു പിന്തുണയുണ്ടാകും. അതിനുശേഷമാണ് പിന്നീട് 2ഉം 3ഉം ഘട്ടം നിർമ്മാണത്തിന് ശേഷം 2028ഓടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർണ്ണമായി കഴിയും. അതോടെ തന്നെ സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. കഴിഞ്ഞ ആഴ്ച കൂടി തന്നെ വലിയ ഒരു ചരക്ക് കപ്പൽ എത്തിയിരുന്നു. MSC ടർക്കിയാണ് എത്തിയിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിൽ ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു വലിയ കപ്പലുകളെല്ലാം എത്താൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം. ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടെ 50-ലധികം കപ്പലുകളാണ് തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇനി കമ്മീഷൻ ചെയ്യുന്നതോടെ കൂടുതൽ കപ്പലുകൾ പലയിടങ്ങളിൽ നിന്നും എത്തും. ഏതായാലും ഇനിയും വലിയ വളർച്ചയിലേക്ക് മാറുന്നതിനുള്ള ഒരു തുടക്കമായാണ് ഈ കമ്മീഷനിങ്ങിനെ കാണുന്നത്. അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2-ന് നടക്കുന്നതോടെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണ.